പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്വത്തിന്റെ പല മേഖലകളിലും ഞങ്ങൾ തോറ്റുപോയിട്ടുണ്ട് എന്ന സത്യം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയാണ്. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടും സമയോചിതമായിട്ട് മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കാതെ പോയതുകൊണ്ടും കർത്താവെ, ഒത്തിരിയേറെ തോൽവികൾ ഞങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് ഈശോയെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുമ്പോൾ അങ്ങേക്ക് മാത്രം നൽകാനാകുന്ന സമാധാനവും സന്തോഷവും ദൈവികമായ അറിവും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഓരോരുത്തരുടെയും ഇവരുടെ കുടുംബങ്ങളുടെയും ഇവരുടെ മക്കളുടെയും എല്ലാ നിയോഗങ്ങള് പ്രാർത്ഥനകള് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. രോഗികളായ മക്കളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. പരീക്ഷയില് വിജയം നൽകി മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്റർവ്യൂ, അവരുടെ ജോലി മേഖലകള് അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം സൗഖ്യം പ്രാപിച്ച് ദൈവകൃപയിലും ദൈവിക ചൈതന്യത്തിലും ശക്തിയിലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയന്ത്രിക്കലും നയിക്കലും മക്കളോടുകൂടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ ധ്യാനങ്ങളും തിരക്കുകളും കൺവെൻഷനുകളും ഒത്തിരിയേറെ ശുശ്രൂഷകളൊക്കെ ആയിട്ട് അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനുദിന ആരാധനയിലും ചിത്തകുർബാനയിലും ജപമാലയിലും ദൈവകരുണയുടെ പ്രത്യേക ജപമാല പ്രാർത്ഥനകളിലും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്കും നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം നമ്മുടെ മക്കളുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയാണ്. ആ ഒരു മേഖലയിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മാതാപിതാക്കള് പരാജയപ്പെട്ടു പോയോ എന്ന്. ഇന്ന് മറ്റേത് സമൂഹത്തിൽപ്പെട്ട മക്കളെക്കാൾ കൂടുതൽ നമ്മുടെ മക്കൾക്ക് ഈ മോശമായ വസ്ത്രം ധരിക്കുന്നതില് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയങ്ങളിൽ വരുമ്പോൾ ഡ്രസ് കോഡ്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഡ്രസ് കോഡ്, അതൊക്കെ വളരെയേറെ സങ്കടകരമായി തോന്നുന്ന അവസ്ഥ. ഞാൻ നോക്കണം, ധ്യാനത്തിൽ വരുമ്പോഴും ചില പിള്ളേരിങ്ങനെ ഷോളൊന്നുമില്ല. നമുക്കൊരു ചൈതന്യമുണ്ട്, ശരീരത്തിന്റെ വിശുദ്ധി, അതിന്റെ ചൈതന്യം, അതിന്റെ മഹത്വം, അത് നമ്മൾ അറിയണം. നമ്മൾ നിലകൊണ്ടു നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഇത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോണതാണ്. കർത്താവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അതുപോലെ നമ്മള് പൊതിഞ്ഞ് വിശുദ്ധിയിൽ പിടിക്കണം. നമുക്കറിയാം, സക്രാരുടെ മുമ്പിലൊക്കെ നമ്മള് വിരിയൊക്കെ ഇട്ട് അതിങ്ങനെ ഭയങ്കര പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവം വസിക്കുന്ന ആലയം, പരിശുദ്ധാത്മാവിന്റെ ആലയം, അതൊക്കെ വിരിയിട്ട് മറച്ച് ആ ഒരു കൃപയില് കാണുമ്പോ തന്നെ ദൈവാലയം എന്ന് തോന്നുന്ന ഒരു രീതിയിൽ വേണം നമ്മുടെ മക്കള് നമ്മളൊക്കെ വസ്ത്രം ധരിക്കണം. ഡ്രസ്സിംഗ് വിത്ത് ഡിഗ്നിറ്റി. നമുക്കൊരു അന്തസ്സുണ്ട്, ആ അന്തസ്സിന് പറ്റിയ വസ്ത്രധാരണം നടത്തണം. ഇതിന് മാതാപിതാക്കൾക്ക് സംഭവിച്ചൊരു പരാജയത്തെ കുറിച്ച് കാരണം തേടുമെന്നറിയോ? ഈ മക്കളെ കുഞ്ഞുനാൾ മുതൽ ഈ മക്കളുടെ ശരീരത്തില് നല്ല വസ്ത്രം ധരിപ്പിക്കണം. ഇന്ന് പലപ്പോഴും ഈ പള്ളിയിലോ അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെല്ലുമ്പോ കൊച്ചു മക്കളെ ചുമ്മാ നിസാരമായ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ഇത്ര ചെറിയ ഷോർട്സ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു നൂല് പോലെ ഇട്ട് ഒരു ഇത്തിരി മാത്രം മറച്ച് ഇവിടെ വരെ ശരീരത്തെ ചെറുപ്പത്തിലേ മുതൽ അതിലെ പറഞ്ഞ
ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞുനാൾ മുതൽ ശരീരം വിശുദ്ധമാണ്. അതിന്റെ പരിശുദ്ധി മനസ്സിലാക്കി കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിക്കുക. ഇന്ന് ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ, ഇന്നത്തെ മോഡേൺ ഡ്രസ്സിങ് കോഡുകൾ നമ്മുടെ ബന്ധപ്പെട്ട എന്താ പറയുക കുറെ കടകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഫോറിൻ ഡ്രസ്സ്, യൂറോപ്യൻ ഡ്രസ്സ്. ഈ ഡ്രസ്സുകൾക്ക് വേണ്ടി തന്നെ കുറെ പേരുകളുണ്ട്, ഞാൻ മറന്നുപോയി കുറെ പേരുകളൊക്കെ. നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക സുഡിയോ, വേറെ അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അതിലൊക്കെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ അതാണ് നമ്മുടെ പിള്ളേർക്ക് ഭയങ്കരം. അവർക്ക് വെസ്റ്റേൺ ഡ്രസ് എന്ന് പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ. ശരിക്കും പറഞ്ഞ ഈ ശരീരത്തിന്റെ പരിശുദ്ധിയും ഇതിന്റെ മഹത്വവും ഇതിന്റെ അന്തസ്സൊക്കെ മനസ്സിലാക്കിയാണ്ടല്ലോ അതിനെ ആ രീതിയിൽ പൊതിഞ്ഞു പിടിക്കും. ചിലപ്പോഴൊക്കെ ചില പിള്ളേര് കാർന്നമാരുടെ കൂടെയൊക്കെ വസ്ത്രം ധരിച്ച് പോണ കാണുമ്പോ ഞാൻ ഓർക്കാറുണ്ട്, ഈ കാർന്നമാർക്ക് എന്താ ഒരു മക്കളെ കുറിച്ചൊരു ചിന്തയില്ലേ? മാത്രമല്ല മക്കളെ, നമ്മുടെ മക്കളുടെ മേൽ വേണ്ടാത്ത ഒരു കണ്ണ് പതിക്കാൻ പാടില്ല. നല്ല മാന്യമായി വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ആ ഒരു ചൈതന്യത്തോടെ ഒരു പരിശുദ്ധിയോടെ നോക്കും. അത് അങ്ങനെയാണ്. എന്നാൽ ഇങ്ങനെ തുറന്നും അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യണ ഡ്രസ് ധരിച്ചാൽ ആ കുഞ്ഞിനോട് ആ തോന്നുന്ന ഒരു തോന്നലും ആ നോട്ടവും തന്നെ ഒരു മ്ലേച്ഛമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, വേണ്ടാത്തൊരു നോട്ടം, വേണ്ടാത്തൊരു ചിന്ത നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മളെ കുറിച്ച് മറ്റുള്ളവന് ഉണ്ടാകാത്ത വിധത്തിൽ മാന്യമായ അന്തസ്സുള്ള വസ്ത്രം ധരിക്കണം. അത് ചെറുപ്പത്തിലേ ധരിച്ചു പഠിക്കണം. ചെറുപ്പം മുതൽ വസ്ത്രം ഇങ്ങനെ ശരിക്കും ധരിച്ച മക്കളാണെങ്കിൽ പിന്നീട് അവർക്ക് ആ വസ്ത്രം ആ ശരീരത്തിൽ വീഴാതിരിക്കുമ്പോ അല്ലെങ്കിൽ അത് അണിയാതിരിക്കുമ്പോ അസ്വസ്ഥത തോന്നും. അതുകൊണ്ട് ആ ഒരു അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ കുഞ്ഞുനാൾ മുതൽ, അത് കുറച്ച് പ്രായമാകട്ടെ എന്നല്ല, ചെറുപ്പം മുതൽ ആ വസ്ത്രം ശരീരത്തിൽ ഇപ്പൊ ഇവിടെ തുടങ്ങിയൊക്കെ മറിച്ച് ശരീരം കുഞ്ഞുനാൾ മുതൽ വസ്ത്രം ധരിക്കുന്ന കൊച്ചാണെങ്കിൽ അത് വളരുമ്പോഴും പിന്നെ അതൊക്കെ എക്സ്പോസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ശരീരം അതൊന്നും കൊച്ചിന് വിഷമായിരിക്കും. ഇതില് ഞാൻ പലപ്പോഴും തോന്നുന്നുണ്ട്, ഈ കാരണവർ തോറ്റുപോയി, ഈ അമ്മ തോറ്റുപോയി. അമ്മമാരിങ്ങനെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് മോഡേൺ ആക്കി മക്കളെ അണിയിച്ച് പ്രദർശിപ്പിച്ച് നടക്കുമ്പോ കുറച്ചു കഴിയുമ്പോ ഈ മക്കള് നമ്മളെക്കാൾ കൂടുതൽ ആ മക്കള് വസ്ത്രത്തിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങും. ഇത് അനേകം മക്കളുടെ അനുഭവത്തിൽ നിന്നും നമ്മൾ കണ്ടു പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതിൽ തോറ്റാൽ പിന്നെ വേണ്ടാത്ത കണ്ണ്, അച്ഛനടക്കൊക്കെ പറയാറുണ്ട്, കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം. നമ്മൾ ഈ വാഴത്തോപ്പും വീടൊക്കെ പണിയുമ്പോ കോലം കുത്തി വെക്കില്ലേ, ആ കോലം എന്തിനാ കുത്തി വെക്കുന്ന? കണ്ണ് കിട്ടാണ്ടിരിക്കാന്. വേണ്ടാത്തവന്മാരെ കണ്ണ് കിട്ടിയാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടാത്ത ദുശീലങ്ങൾ വരും, ആസക്തി വരും, ശാരീരിക രോഗങ്ങൾ വരും, പല പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് വേണ്ടാത്ത കണ്ണേറ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കുടിയും നല്ല വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ മക്കളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതൊരു പരിശോധിക്കും. നമ്മുടെ മക്കളെ മാന്യമായ വസ്ത്രധാരണത്തില് കുഞ്ഞുനാൾ മുതൽ പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അതോ അതിൽ തോറ്റുപോയിട്ടുണ്ടോ? ആ തോൽവി നമ്മുടെ മക്കളുടെ നാശത്തിന് വലിയ കാരണമായി മാറിയിട്ടുണ്ട്. എന്നോടത്തൊക്കെ പശ്ചാത്തപിക്കാം, ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ സ്വയം അറിഞ്ഞ് ദൈവത്തിന് ആലയമാണ്, ഇത് വിശുദ്ധമാണ്, വിലപിടിപ്പുള്ളത് എൻ്റെ ശരീരം, വിലപിടിപ്പുള്ളതിനെ മറച്ചു പിടിക്കുന്ന നല്ല പാക്കറ്റൊക്കെ നമുക്കറിയാം. നല്ല വിലപിടിപ്പുള്ള സ്വർണം അല്ലെങ്കിൽ ഐഫോൺ, ഇതൊക്കെ ഭയങ്കര പാക്കറ്റാണ്. ആ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ തന്നെ ഭയങ്കര സോളിഡ് ആയിട്ടുള്ള പാക്കറ്റായിരിക്കും. വിലപിടിപ്പുള്ള പാക്കറ്റിൽ നല്ല സോളിഡ് ആയിട്ടുള്ള അതുപോലെ സംരക്ഷിക്കപ്പെടും. പിന്നെ നമ്മള് നല്ല ഫോണൊക്കെ മേടിക്കുമ്പോൾ അതിന് കവറൊക്കെ ഇടും അല്ലെ, കവറിടും, അതിന്റെ മേൽ സ്ക്രീൻ അല്ലെ ഒട്ടിക്കും. അങ്ങനെ അതിനെ മനോഹരമായി കാത്തുപിടിക്കും, സൂക്ഷിക്കും. ഇതുപോലെ നമ്മൾ അതിനേക്കാളും എത്രയോ വിലപിടിപ്പുള്ളവരാ. സൂക്ഷിച്ചു പിടിക്കാനും പൊതിഞ്ഞു പിടിക്കാനും കവറിട്ട് പിടിക്കാനും ഒക്കെ നമുക്ക് ഇവിടെയാണ്. പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും തിരു മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ, ആത്മീയമായ മേഖലകളെ മനസ്സിലാക്കാൻ പറ്റാതെ, ലോകാരൂപിക്ക് അടിമപ്പെട്ട്, ഭൂരിപക്ഷത്തിന് അടിമപ്പെട്ട്, ലോകം തരുന്ന ചില വസ്ത്രധാനത്തിലൊക്കെ അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെയും അതിലേക്ക് മക്കളെ നയിച്ച ഞങ്ങളുടെ ചില ഉപേക്ഷകളെയും ചില തെറ്റുകളെയും വീഴ്ചകളെയും ഓർത്ത്
ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശാരീരിക വിശുദ്ധിയിലും മാന്യമായ വസ്ത്രധാരണത്തിലും ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ ഉറപ്പിക്കണമേ. അതിനുവേണ്ട ബോധ്യങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വേണ്ടാത്തൊരു കണ്ണ് കിട്ടുന്ന വിധത്തില് ആ മക്കൾ വസ്ത്രം ധരിക്കാതിരിക്കട്ടെ. മാന്യമായ അങ്ങയുടെ മക്കളുടെ അന്തസ്സുള്ള വസ്ത്രം ധരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്താൻ, ഈ മർത്തി ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോലും ശരിക്കപ്പെടുന്നുണ്ടല്ലോ. കർത്താവെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക്, അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ മേഖലകൾക്കൊക്കെ വേണ്ടിയൊക്കെ ശക്തമായിട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം യഥാർത്ഥമായി സത്യമറിഞ്ഞ് നമ്മുടെ മക്കൾ അതിൽ നിന്നൊക്കെ മാറി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് തീരട്ടെ. അതിനൊക്കെ വേണ്ടിയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ മാതാപിതാക്കളുടെ ചില തോൽവിയുടെ മേഖലകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ മക്കൾ തോൽക്കാതെ ഇനി അങ്ങോട്ട് ജയിച്ചു നിൽക്കാനും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹിക്കട്ടെ മക്കളെ.